ഒരു മലയാളി കുടുംബത്തിൻ്റെ സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് വെക്കുക എന്നത്. ഇത് അത്ര ചെറിയ പ്രോസസ്സൊന്നുമല്ല. കാരണം ഒരാളുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും പോകുന്നത് സ്വന്തമായി ഒരു വീട് വെക്കുന്നതിലൂടെയാണ്. ലോൺ എടുക്കാതെ എന്തായാലും ഇതിന് സാധിക്കുകയില്ല. ജീവിത കാലയളവിലെ ഭൂരിഭാഗം ഇതിൻ്റെ EMI അടച്ച് കഴിയേണ്ടിയും വരും. ഭവന വായ്പ ദീർഘകാല സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗം തിരിച്ചടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വലിയ തോതിൽ പലിശ ലാഭിക്കാൻ കഴിയുന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും വായ്പയുടെ ദീർഘകാല സ്വഭാവം കൊണ്ട് നിങ്ങൾ നൽകുന്ന പലിശ തുക പ്രിൻസിപ്പലിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ലോൺ എടുക്കുന്ന പലരും ഇത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ഉദാഹരണം പറയാം. നമ്മളിവിടെ 50 ലക്ഷം രൂപ 20 വർഷത്തേക്ക് വായ്പ എടുത്തിരിക്കുന്നു എന്ന് കരുതുക. ഇവിടെ വാർഷിക പലിശ 9.50% കരുതുക. അങ്ങനെയാണെങ്കിൽ ഹോം ലോൺ കാൽക്കുലേറ്റർ നോക്കിയാൽ നിങ്ങളുടെ ഏകദേശ EMI 46,607 രൂപയായിരിക്കും. അതായത് 20 വർഷത്തേക്ക് നിങ്ങളുടെ 50 ലക്ഷം രൂപ വായ്പയുടെ പലിശ മാത്രം 61,80,574 രൂപയാകും എന്നതാണ് സത്യം. കൃത്യമായി പറഞ്ഞാൽ 20 വർഷം കൊണ്ട് നിങ്ങളൊരു ധനകാര്യ സ്ഥാപനത്തിന് മൊത്തം, അതായത് വായ്പ തുക പ്ലസ് പലിശ അടക്കം 1,11,85,574 രൂപ അടയ്ക്കേണ്ടി വരും. ഈ കണക്കുകൾ പ്രകാരം വായ്പാ തുകയിലും കൂടുതൽ പലിശ നൽകേണ്ടി വരുമെന്ന് മനസ്സിലായല്ലോ. ഇനി നേട്ടത്തിന് ചെയ്യേണ്ട ചെറിയൊരു കാര്യം പറയാം. EMI അല്പം ഒന്ന് ഉയർത്തുക. അതെ, മാസം 46,607 രൂപ വീതം അടക്കുമ്പോഴുള്ള അവസ്ഥയാണ് നേരത്തെ പറഞ്ഞത്. ഇതിന് പകരം നിങ്ങൾ മാസം 52,211 രൂപ അടക്കണം. അതായത് നിങ്ങളുടെ EMI വർധന 5,604 രൂപ മാത്രമാണ്. 46,607 രൂപ അടക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തിക്ക് ഒന്ന് ശ്രമിച്ചാൽ അത് സാധിക്കുകയും ചെയ്യും. പുതിയ EMI പ്രകാരം, അതായത് 52,211 രൂപ പ്രകാരം കണക്കാക്കുമ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട പലിശ 61,80,574 രൂപയിൽ നിന്ന് 43,98,022 രൂപയിലേക്ക് ചുരുങ്ങും. അങ്ങനെ വരുമ്പോൾ മൊത്തം തിരിച്ചടവ് 1,11,80,574 രൂപയിൽ നിന്ന് 93,98,022 രൂപയാകും. ഇവിടെ EMI വർദ്ധിപ്പിച്ചതുകൊണ്ട് പലിശയിൽ മാത്രമല്ല നിങ്ങൾക്ക് നേട്ടം ലഭിക്കുന്നത്. നിങ്ങൾ നേരത്തെ വായ്പാ മുക്തനാവുകയാണ് ചെയ്യുന്നത്. അതെ, EMI വർദ്ധിപ്പിച്ചത് വഴി നിങ്ങളുടെ 20 വർഷത്തെ വായ്പ 15 വർഷം കൊണ്ട് തീരുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 17,87,552 രൂപ പലിശയിലും 5 വർഷം കാലാവധിയുമാണ് ലാഭിച്ചിരിക്കുന്നത്.